कैसे हैं दोस्तों? उम्मीद हैं आप ठीक है. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താ നിങ്ങൾക്ക് ബനാന എന്താണെന്നറിയാമോ? ബനാന കേട്ടിട്ടുണ്ടോ? ബനാന നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമില്ലേ? ഒരു പഴത്തിൻ്റെ ചിത്രം, പഴത്തിന് ബനാന എന്നാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയാം. എന്നാൽ ഹിന്ദിയിൽ അതിന് ബനാന എന്നാൽ നിർമ്മിക്കുക എന്നൊരർത്ഥമാണ്. ആജിക്കൽ ഘർ ബനാന ബഹുത് ആസാൻ. ആജിക്കൽ ഘർ ബനാന ആസാൻ. അതിന് കുറേ കോണ്ടക്ടർമാരുണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും ഹെൽപ്പ് കിട്ടും. അപ്പോൾ ആജിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നടത്താണ്. ഘർ ബനാന വീട് നിർമ്മിക്കുക. അപ്പം നിർമ്മിക്കുക എന്നതിന് ബനാന എന്ന് പറയും. ആപ് ക്യാ ബനാരേ, നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? ആപ് ക്യാ ബനാരേ? മേ ബിരിയാണി ബനാ രഹാ ഹൂം, മേ ബിരിയാണി ബനാ രഹാ ഹൂം. മാഡം അവിടെ എന്തോ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ആപ് ക്യാ ബനാ രേ മാഡം? മേ ബിരിയാണി ബനാ രഹി ഹൂം, ബിരിയാണി ബനാ രഹി ഹൂം. ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ അവിടെ ചായ ഉണ്ടാക്കുമ്പോഴും പറയും ഏക് ചായ ബനാവും മേ. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ബനാന എന്നത്, അതായത് ഉണ്ടാക്കുക എന്നത് ഒരു കോമൺ വേർഡാണെങ്കിൽ പോലും ഓരോന്നിനും സെപ്പറേറ്റ് പലതിനും വേർഡുണ്ട്. ഉദാഹരണം ഖാന പക്കാന എന്നാണ് പറയാൻ നല്ലത്. അബ് ക്യാ പക്കാ രഹേ മാം? മേ ഏക് ബിരിയാണി പക്കാ രഹി ഹൂം. അങ്ങനെയാണ് അവർ പറയാൻ നല്ലത്. പക്ഷെ ബനാന എന്നത് എല്ലാത്തിനും പറയും. ഓക്കെ, അപ്പോൾ ആജ് ക്യാ പക്കാത്തേ ഹേ ഹം, ആജ് ക്യാ പക്കാത്തേ ഹേ ഹം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുക എന്ന് പറയാം. അതായത് എന്ത് ഫുഡാണ് തയ്യാർ ചെയ്യുക. ഇപ്പോൾ ഖാന പഖാന എന്നതിൻ്റെ സ്ഥാനത്തും ബനാന എന്നത് ഉപയോഗിക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മേനെ ആപ്കെ ലിയേ ഖാന ബനായ ഹൂം, മേനെ ആപ്കെ ലിയേ ഖാന ബനായ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പഖായ എന്നും രണ്ടും പറയുന്നതാണ്. അപ്പോൾ ബനായ ബനാ രഹാ ഹെ. ഇനി ഇതിൻ്റെ വിർച്വലായ സംഗതിക്കും ബനാന പറയും. വിർച്വൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഫിസിക്കലി ഉണ്ടാക്കലല്ല. അബി മുझे एक പ്രോഗ്രാം ബനാന ഹെ. ഈ പ്രോഗ്രാം എന്ന് അതൊരു ഫിസിക്കലി ഉണ്ടാക്കലൊന്നുമല്ല, നിർമ്മാണമൊന്നുമല്ല. അപ്പോൾ അത്തരം സംഗതികൾക്ക് പോലും ഇത് പറയുന്ന ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നമ്മുടെ ആളുകൾ അത്രയും ക്യാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. एक सर्कुलर बनाना है, ये सर्कुलर बनाना कैसे है मुझे पता नहीं है. ये सर्कुलर बनाना कैसे है मुझे पता नहीं है. ഈ സർക്കുലർ ബനാന, ഒരു സർക്കുലർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെയും ബനാന എന്ന് പറയും. അപ്പോൾ ബനായ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ബനാ രഹാ ഹേ, ബനാ രഹി ഹേ എന്നത് പ്രസന്റ് ടെൻസ് ആണ്. ബനാതാ ഹും, ബനാത്തേ ഹേ എന്ന് പറയും. ഇനി ബനായെങ്കെ, ഹം ഏക് അച്ഛാ ചീസ് ബനായെങ്കെ, നമ്മളൊരു നല്ല സാധനം ഉണ്ടാക്കും. ബനായെങ്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ബനാനയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകാം. ഒരിക്കലും അത് പഴമല്ല. പഴത്തിന് ഹിന്ദിയിൽ ഖേല എന്നാണ് പറയാം. ഓക്കെ, ധന്യവാദം.